യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് റയൽ മാഡ്രിഡ് അതിനിർണായകമായ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ആഴ്സണലിനെതിരെ ആദ്യപാദ മത്സരം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോറ്റതുകൊണ്ട് ഇന്ന് ബെർണാബുവിൽ ഒരു അത്ഭുതം സംഭവിച്ചെങ്കിൽ മാത്രമേ റയലിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. റയൽ ഈ കളി തോറ്റു പുറത്താവുകയാണെങ്കിൽ ആഞ്ചലോട്ടിയുടെ ഭാവിയെ അത് സീരിയസ് ആയിട്ട് ബാധിക്കുമെന്ന് ഫബ്രീസിയോ റൊമാനോ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട്, ദർ ഈസ് നൗ എ സീരിയസ് ചാൻസ് ദാറ്റ് റയൽ മാഡ്രിഡ് വിൽ ചേഞ്ച് ദെയർ കോച്ച്. ആഴ്സണലുമായിട്ടുള്ള മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റയൽ മാഡ്രിഡ് എലിമിനേറ്റഡ് ആവുകയാണെങ്കിൽ വെരി ക്വിക്ക്ലി കാർലോ ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഫബ്രീസിയോ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് പൂർണ്ണമായിട്ടും നിഷേധിച്ചു ആഞ്ചലോട്ടി പറഞ്ഞു, ആഴ്സണലുമായിട്ടുള്ള മത്സരം എൻ്റെ ഭാവിയെ, റയലിലെ എൻ്റെ ഭാവിയെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനാകെ നോക്കുന്നത്, ഇത് അദ്ദേഹം ഇന്നലെ പറയുകയാണ്, ഞാൻ ആകെ നോക്കുന്നത് നാളത്തെ കളിയിലേക്ക് മാത്രമാണ്. നമ്മുടെ തല അധികം പുകയ്ക്കാതിരിക്കുക, ഹെഡ് കൂളായിട്ട് വെക്കുക, മുന്നോട്ട് പോവുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ആദ്യത്തെ ബിഗ് ഗെയിമൊന്നുമല്ല. എനിക്കറിയാം ഇതെൻ്റെ അവസാനത്തെ ബിഗ് മാച്ചുമായിരിക്കില്ല എന്ന്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്. ചുരുക്കത്തിൽ സാധ്യതകൾ അവിടെയുണ്ട് എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോഴും അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെ കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കുന്നു. പക്ഷേ ഈ കാര്യം ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സീസണിൽ വലിയ റിസൾട്ടുകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ആഞ്ചലോട്ടിയുടെ വഴി പുറത്തേക്കാകുമെന്നും സാബി അലോൺസോ റയലിൻ്റെ കോച്ചായേക്കുമെന്നുമുള്ള വാർത്തകളാണ് വ്യാപകമായി സ്പാനിഷ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.